എന്റെ സർവീസിലെ ആദ്യത്തെ ഇലക്ഷൻ ഡ്യൂട്ടിയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. 1988-91 കാലഘട്ടത്തിൽ ഞാൻ ചിറ്റൂർ കോളേജിലായിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഇലക്ഷൻ ഡ്യൂട്ടി എന്നെ നിയോഗിക്കുന്നത്, പ്രിസൈഡിംഗ് ഓഫീസറായിട്ട്. അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കാരണമെന്ന് പറയുന്നത് അതിന് നിരവധി നിയമങ്ങളും നൂലാമാലകളും അതിൻ്റെ പ്രോസസ്സും കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്പമെങ്കിലും പാളിച്ച പറ്റിയാൽ അത് ശിക്ഷാർഹവുമാണ്. ഇങ്ങനെ പറഞ്ഞ് നമ്മളെ സീനിയേഴ്സും കൂടെ ഉള്ളവരും അനുഭവസ്ഥരും പറഞ്ഞ് ആകെ ഭയമായി ഇലക്ഷൻ ഡ്യൂട്ടിയെ പറ്റി. ഇലക്ഷൻ ഡ്യൂട്ടി ഓർഡർ കിട്ടി, ആകെ വിഷമിച്ചു. ഇനി എന്ത് ചെയ്യും? ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാൻ നമ്മൾ ചെയ്താൽ ശരിയാവുമോ? ശരിയാവൂല എന്നുള്ളതാണ് മുന്നിട്ട് നിൽക്കുന്ന മനോഗതി. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ഞാൻ പോയാൽ ഇലക്ഷൻ ഡ്യൂട്ടി ശരിയാവത്തില്ല, എനിക്ക് പണിഷ്മെന്റ് ആകും എന്നുള്ള ചിന്ത ഇങ്ങനെ മതിച്ചുകൊണ്ടേയിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടിയുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് അവധിയായി. തലേ ദിവസമേ ഡ്യൂട്ടിക്ക് പോയി റിപ്പോർട്ട് ചെയ്യണം. അത് ചിറ്റൂർ കോളേജിൽ തന്നെയായിരുന്നു. തലേ ദിവസം ഡ്യൂട്ടിക്ക് പോയി. അപ്പോ ഒരുപാട് പേരുണ്ട്. ആദ്യം റിപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഡ്യൂട്ടി കിട്ടി. ആരോ ഇതിനിടയ്ക്ക് ഉപദേശിച്ചു, ആദ്യം ചെന്ന് റിപ്പോർട്ട് ചെയ്യണ്ട, മാറി നിന്നിട്ട് കുറേ കഴിഞ്ഞ് 2-3 പ്രാവശ്യം പേര് അനൗൺസ് ചെയ്താലും ഒന്നും പോകരുത്. അതൊക്കെ കഴിഞ്ഞ് കുറെ കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റിലും ആളിന്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെയും വിളിക്കും, അപ്പോഴും പോയാൽ മതി ലാസ്റ്റ് ആളായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 തുടക്കക്കാർ, ജൂനിയർ ലെക്ചേഴ്സ്, കോളേജിന്റെ പിറകുവശത്തുള്ള ശോകനാശിനി പുഴയുടെ കരയിൽ, അതൊരു വലിയൊരു പുഴയാണ്, നിറച്ച് കാടും പൊന്തയും കോളേജിനോട് ചേർന്നാണ്, കോളേജിന്റെ പിറകുവശത്താണ്, കോളേജിന്റെ ഗ്രൗണ്ടും ഒക്കെ അതിൽ ചേർന്നാണ്. അവിടുത്തെ മരത്തണലിൽ തലേ ദിവസം മുതൽ ഇരിപ്പ് തുടങ്ങി. അപ്പോ അനൗൺസ്മെന്റ് വന്നു. കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. പേടിച്ച് അവിടെ ഇരുന്നു. അപ്പൊ ആ വെയിലും ഒക്കെ കൊണ്ട് ഏകദേശം ഉച്ച വരെ അങ്ങനെ കഴിച്ചു കൂട്ടി. ഉച്ചയായപ്പോ പലർക്കും ഡ്യൂട്ടി വന്ന് പലരും പോയി. ഇനി വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അപ്പോഴത്തേക്ക് ആദ്യം കൂടി വന്നു, ഇനിയിപ്പോ അടുത്തത് നമ്മുടെ ഊഴമാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നു. ശരിക്കും അന്നൊരു ഡ്യൂട്ടി അങ്ങ് എടുത്തിരുന്നെങ്കിൽ ആ പേടി അങ്ങ് മാറുമായിരുന്നു. ഭാഗ്യവശാൽ അന്ന് ഡ്യൂട്ടി കിട്ടിയില്ല. എല്ലാവരെയും വിട്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം എല്ലാവർക്കും ഡ്യൂട്ടി കിട്ടി. ഇനി ഡ്യൂട്ടിക്ക് ആരെയും വേണ്ട എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെന്ന് റിപ്പോർട്ട് ചെയ്ത് മടങ്ങിപ്പോയി. അത്ര പേടിയായിരുന്നു അന്ന് ഇലക്ഷൻ ഡ്യൂട്ടി. പക്ഷെ പിൽക്കാലത്ത് നല്ല പിടിക്കുകയായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാൻ പറ്റി. നല്ല ഇഷ്ടമായി, നല്ലതുപോലെ ഭംഗിയായിട്ട് അത് കൃത്യനിർവഹണം നടത്തി. നൂലാമാലകളിലോ നിയമക്കുരുക്കുകളിലോ ഒന്നും ചാടാതെ യഥാവിധി ഇലക്ഷൻ നടത്തി കൊടുക്കാൻ പല സന്ദർഭങ്ങളിലും പല ഇലക്ഷൻ ഡ്യൂട്ടികളിലും പിന്നീട് പറ്റുകയും ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല, ധാരണയില്ല, അറിവില്ല, മുൻപരിചയമില്ല. മറ്റുള്ളവർ പറയുന്നത് മാത്രം കേട്ട് പേടിച്ച് അങ്ങനെ ഇരുന്നാണ് ആ ഇലക്ഷൻ ഡ്യൂട്ടി അത്രയും ഭയന്നുപോയതും ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കാൻ മടിയായതും പേടിയായതും. അതിനോടുള്ള ഒരു ഭയപ്പാട് ഒരുപാട് നാൾ ആ ഭയം മനസ്സിലുണ്ടായിരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഭയമായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് 1-2 ഡ്യൂട്ടികളൊക്കെ എടുത്തപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ, കൊള്ളാം, നല്ല ഇഷ്ടപ്പെട്ടു. കൂടെയുള്ള മറ്റുദ്യോഗസ്ഥരെ, മറ്റ് ഓഫീസുകളിൽ നിന്നൊക്കെ അയക്കുന്ന ഉദ്യോഗസ്ഥരും നമുക്കൊപ്പം നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യും. ഒരു ടീമായിട്ട് നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പരിപാലിക്കേണ്ടതുമായ നിയമവ്യവസ്ഥകളും ഒരുപാട് ചിട്ടവട്ടങ്ങളും ഒക്കെ ഉണ്ട്. ബാലറ്റ് പേപ്പർ മുതൽ അതിൻ്റെ കൃത്യനിഷ്ഠയും സുതാര്യതയും എല്ലാം നമ്മൾ പബ്ലിക്കിന്റെ കാര്യമാണ് ചെയ്തു കൊടുക്കുന്നത്. രാഷ്ട്രീയക്കാരുണ്ട്, പൊതുജനമുണ്ട്, മേലുദ്യോഗസ്ഥരുണ്ട്, ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇതിന്റെ എല്ലാം മുൻപിൽ
നമ്മൾ അവരുടെ പ്രതിനിധിയായിട്ട് നിന്ന് ആ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തു കൊടുക്കാൻ പിൽക്കാലത്ത് വളരെ മനോഹരമായിട്ട് നിറവേറ്റുകയും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ ഏത് കാര്യവും നമുക്ക് അതിനെപ്പറ്റി ഒരു നല്ല അറിവും ബോധവും മനസ്സിലാക്കാനും നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഡ്യൂട്ടി നമുക്ക് ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയും. തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകാതെ നാം സ്വയം അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.